സോ CRT ബേസ് ചെയ്ത് അടുത്തൊരു എൻട്രി ഇവിടെ ഫോം ആയിട്ടുണ്ട്. പക്ഷേ ഇത് CRT അല്ല, കൗണ്ടർ CRT ആണ് ഇവിടെ വന്നിട്ടുള്ളത്. നമ്മളിവിടെ ഇപ്പം 1 ഹവർ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നല്ലൊരു CRT ഫോം ആയിട്ടുണ്ട്. ഇവിടെ സൂം ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു CRT ഹൈ ഉണ്ട്. അതേപോലെ തന്നെ ഇവിടെ ആണ് നമുക്ക് CRT ലോ. ആൻഡ് കീ ലെവലായിട്ട് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ഈ ഒരു FEG ആണ്. ഇത് കണ്ടില്ല, FEG നമുക്ക് കീ ലെവലായിട്ട് ചൂസ് ചെയ്യാം. ചെറുങ്ങനെ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്, പക്ഷേ കുഴപ്പമില്ല, വാലിഡ് ആണ്. അപ്പോൾ നമ്മൾ 1 മിനിറ്റിലേക്ക് മാനിപ്പുലേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി നോക്കുന്ന സമയത്ത് ഇവിടെയാണ് ഈ ഒരു CRT ഹൈ വരുന്നത്. ഇവിടെ CRT ഹൈ ഉണ്ടെങ്കിൽ കൂടെ ഇവിടെ ഒരു പ്രോപ്പറായിട്ട് മാനിപ്പുലേഷൻ ഇല്ല, അതായത് ഒരു പ്രോപ്പർ സ്വിങ് ഇല്ല. ഇവിടെ ഒരു ലോവർ ലോ ഫോം ചെയ്ത് ലോവർ ഹൈ ഇവിടെ ആക്ച്വലി ഫോം ആയിട്ടില്ല. ഓക്കെ, വിക്ക് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ അതൊരു വാലിഡ് ആയിട്ട് ഒരു TBS അല്ല. സോ ഇവിടെ ഒരു മാനിപ്പുലേഷൻ എന്ന് പറയുന്നത് ആക്ച്വലി ഇവിടെ ഫോം ആയിട്ടില്ല. ബട്ട് സ്റ്റിൽ നമുക്ക് എന്താ കാണാൻ പറ്റുന്നത്, നല്ല രീതിക്ക് താഴോട്ടേക്ക് വന്നിട്ടുണ്ട് അല്ലേ. അതായത് മാനിപ്പുലേഷൻ അവിടെ ഇല്ലാതെ തന്നെ നല്ല രീതിക്ക് താഴോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്താണ് അവിടെ ചെയ്യാൻ പറ്റുന്നത്, ഒരു കൗണ്ടർ ട്രേഡ് അവിടെ പ്ലാൻ ചെയ്യാൻ വേണ്ടി പറ്റും, മീൻസ് റിവേഴ്സൽ. അപ്പോൾ ആ ഒരു സെറ്റപ്പ് നോക്കുകയാണ് ഇവിടെ ഇപ്പോൾ ഞാൻ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്ത് ഇത് താഴോട്ടേക്ക് വരുന്നു, ഇവിടെ അടുത്തൊരു FEG ഫോം ആയിട്ടുണ്ട് അല്ലേ. അതായത് റിവേഴ്സലിന് ആവശ്യമായിട്ടുള്ള FEG ഇവിടെയുണ്ട്. ഇവിടെ നെക്സ്റ്റ് FEG, അത് ഞാൻ റിവേഴ്സൽ ട്രേഡ് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്ത് ഞാൻ എന്ത് വേണം, അടുത്തൊരു കീ ലെവൽ കിട്ടി. ഇവിടെ ഞാൻ ഒരു TBS കണ്ടുപിടിക്കണം, റിവേഴ്സൽ ട്രേഡ് ചെയ്യണം. അത് ബൈ സൈഡിലേക്ക് ഒരു TBS ഇവിടെ കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്ത് സോ എനിക്ക് വാലിഡായിട്ട് TBS വരുന്നത് ഇവിടെയാണ്. ഇതാണ് വാലിഡായിട്ട് TBS വരുന്നത്. TBS എന്ന് മാർക്ക് ചെയ്ത് ഇവിടെ, അതായത് ഈ ഒരു സ്വിങ് ലോ ഇവിടെ ബ്രേക്ക് ചെയ്തു, എന്നിട്ട് ഈ ഒരു ഹൈ ഇവിടെ ബ്രേക്ക് ചെയ്തു. ഈ സ്വിങ് ലോ ബ്രേക്ക് ചെയ്ത ക്യാൻഡിലിൻ്റെ മുകളിൽ ബ്രേക്ക് ചെയ്യുമ്പോഴാണ് നമുക്കിവിടെ എൻട്രി വാലിഡായി വരുന്നത്. ഓക്കെ, അപ്പോൾ എൻട്രി എപ്പോഴാണ് വാലിഡായത്, ഇതിന് മുകളിൽ ബോഡി ക്ലോസിങ് കിട്ടിയപ്പോൾ. ഇനി ഞാൻ എൻട്രി പോയിന്റിന് വേണ്ടിയിട്ട് ഈ ഒരു ലോയിൽ നിന്നും ഈ ഒരു ഹൈ വരെ മാർക്ക് ചെയ്തു. അതിനുശേഷം ഈ ഒരു 0.5 0.6 ഇവിടെ നിന്നാണ് ഞാൻ എൻട്രി എടുത്തിട്ടുള്ളത്. അതായത് ഇവിടുന്ന് എൻട്രി എടുത്തു. സ്റ്റോപ്പ് ലോസ് ഞാൻ ഈ ഒരു താഴെ വരെ പ്ലേസ് ചെയ്തു. ആൻഡ് ടാർഗറ്റ് ഞാൻ സെറ്റ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ഹൈ വരെയാണ്. ഫുള്ളി ഈസി ആയിട്ട് ഒരു ടാർഗറ്റ് ചെയ്യാം, പക്ഷേ ഞാൻ ഈ ഒരു ഹൈ വരെയാണ് ഇപ്പോൾ പ്ലാൻ ചെയ്തിട്ട്. ഇതിൻ്റെ ഓൾമോസ്റ്റ് 1:3 RR ആണ് ഈ ഒരു ട്രേഡിൽ വരുന്നത്. സോ നമുക്ക് വെയിറ്റ് ചെയ്യാം എന്താ റിസൾട്ട് എന്ന് നോക്കാം. സോ നമ്മളെ ഫുൾ TP ഇവിടെ ഹിറ്റ് ആയിട്ടുണ്ട്. ഇതിൻ്റെ ലോജിക് ഒന്നുകൂടെ പറയുകയാണെങ്കിൽ കൗണ്ടർ CRT ആണ്. അതായത് CRT ഇവിടെ വാലിഡ് ആയിരുന്നു, പക്ഷെങ്കിൽ അവിടെ നമുക്ക് എൻട്രി ചെയ്യാൻ പറ്റിയ ഒരു മാനിപ്പുലേഷൻ ഇവിടെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഇവിടുന്ന് ഒരു ബൈ ട്രേഡ് നോക്കിയത്. അത് ആക്ച്വലി ഇവിടെ സെല്ലായിരുന്നു നോക്കാനിരുന്നത്, പക്ഷേ അവിടെ ഒരു മാനിപ്പുലേഷൻ ഇല്ലാത്തതുകൊണ്ടാണ് ഡിസ്ട്രിബ്യൂഷൻ വന്നു. അതുകൊണ്ട് നമ്മളിപ്പോൾ റിവേഴ്സൽ ട്രേഡ്, അപ്പോൾ റിവേഴ്സലിന് ആവശ്യമായിട്ടുള്ള ഒരു കീ ലെവൽ, ഈ FEG ആണ് കീ ലെവലായി മാർക്ക് ചെയ്തിട്ടുള്ളത്. ആൻഡ് 1 മിനിറ്റിലേക്ക് നോക്കുന്ന സമയത്ത് ഒരു TBS, അതായത് കീ ലെവൽ കിട്ടി, കീ ലെവലിൻ്റെ അകത്തുനിന്ന് ഒരു TBS ആണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കീ ലെവൽ നോക്കുകയാണെങ്കിൽ ഇവിടെയാണ് എനിക്ക് കീ ലെവൽ കിട്ടില്ല, കണ്ടില്ലേ, ഇവിടെയാണ് എനിക്കൊരു വാലിഡായിട്ടുള്ള സ്വിങ് ഉള്ളത്. സോ ഈ സ്വിങ് ബ്രേക്ക് ചെയ്തു, ആൻഡ് ഈ സ്വിങ്ങിൻ്റെ ഹൈ ബോഡി ക്ലോസിങ്ങോടെ എനിക്ക് കിട്ടി. അപ്പോൾ എൻ്റെ എൻട്രി എന്തായി, ഇവിടെ കൺഫേം ആയി. എൻ്റെ എൻട്രി കൺഫേം ആവുന്നത് ഈ ഒരു ബോഡി ക്ലോസിങ് ഇവിടെ കിട്ടിയപ്പോഴായിരുന്നു, ഈ ഒരു സ്വിങ് ബ്രേക്ക് ചെയ്ത ക്യാൻഡിലിൻ്റെ മുകളിൽ. ആൻഡ് ഞാൻ എൻട്രി ചെയ്തത് ഈ ഫിബ് മാർക്ക് ചെയ്തു, ലോന്ന് ഹൈ മാർക്ക് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു പുൾ ബാക്ക് ഇവിടെ നിന്നാണ് ഞാൻ എൻട്രി ചെയ്തത്. അതായത് 0.5 0.6 ലെവൽ ഉണ്ടല്ലോ, ഈ ഒരു ലെവലിലാണ് ഞാൻ എൻട്രി ചെയ്തത്. അപ്പോൾ എൻട്രി ഞാൻ ഇവിടെ പ്ലേസ് ചെയ്തു. സ്റ്റോപ്പ് ലോസ് ഇതിന് താഴെ. ടാർഗറ്റ് ഞാൻ മെയിൻ ടാർഗറ്റ് വരുന്നത് ഈ ഒരു ഹൈയിലാണ്. ഓക്കെ, പക്ഷെ ഞാൻ ഓൾമോസ്റ്റ് ഇത്ര വരെ ടാർഗറ്റ് ചെയ്തുള്ളൂ, ഈ ഒരു ലെവൽ വരെയാണ് ടാർഗറ്റ് ചെയ്തത്. സോ നമ്മുടെ ടാർഗറ്റ് അതായത് ഓൾമോസ്റ്റ് 1:3 RR ഇവിടെ വീണ്ടും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അടുത്ത ട്രേഡ് റീക്യാപ്പായിട്ട് അടുത്ത വീഡിയോ കാണാം.